ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സിബ് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ടിപ്സാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ കുറച്ചധികം ഐഡിയാസാണ് നമ്മളിതിനകത്ത് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ നമ്മളൊരു അരയിഞ്ച് വീതിക്ക് അനുസരിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സിബ് എടുക്കാം. ഈ സിബ് നമ്മുടെ ബാഗിൻ്റെ സിബ്ബാണ് കേട്ടോ എടുക്കുന്നിരിക്കുന്നത്. ഇത് റണ്ണർ വേറെ എക്സ്ട്രാ ഇടേണ്ട ടൈപ്പ് സിബ്ബാണ്. ചുരിദാറിൻ്റെ സിബ്ബല്ല, നൈറ്റിയുടെ സിബ്ബല്ല, ചുരിദാറിൻ്റെ സിബ്ബല്ല. ഇത് നമ്മുടെ ബാഗൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള സിബ്ബാണ്. അതിന് റണ്ണർ എക്സ്ട്രാ മേടിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ റണ്ണറും കിട്ടും, അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ റണ്ണറും കിട്ടും. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ശേഷം നമ്മൾ സിബിൻ്റെ പൊട്ടവശം വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ പൊട്ടവശം വെച്ച് തയ്ക്കുമ്പോൾ പൊട്ടവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് ക്ലോത്തും ഇട്ടിരിക്കുന്നത്. നല്ല വശം ഉള്ളിലേക്ക് പോയി. ആ രീതിയിലാണ് നമ്മളിപ്പോൾ തുണി വെച്ച് മറിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കണ്ടു നോക്കി നോക്കൂ കേട്ടോ. ആദ്യം നമ്മൾ കാലിഞ്ച് വെച്ച് തയ്ച്ച് മറിച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിക്കാണ് വെച്ച് തയ്ച്ചത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ പൊട്ടവശമാണ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെച്ച് തയ്ച്ചത്. നല്ല വശം ഉള്ളിലേക്ക് സിബിൻ്റെ ബോൾ ഭാഗത്തേക്ക് കവർ ചെയ്ത് പോയി. എന്ന ശേഷം നമ്മൾ തയ്ച്ച ശേഷം നമ്മൾ അതിൻ്റെ അരിവേഴ്സായി നിൽക്കുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല നീറ്റാക്കി വെച്ച ശേഷം അതിനെ ആ സെൻറ്റർ ഭാഗം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ജോയിൻ ചെയ്ത ഭാഗം നമ്മുടെ സിബിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കി വെച്ചു. എന്ന ശേഷം നമ്മൾ രണ്ട് സൈഡും കൂടി അടിക്കുകയാണ്. അപ്പം നമുക്ക് സിബ് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും ക്ലോസ് ചെയ്യുകയാണെങ്കിലും നല്ല ഫിനിഷിംഗ് ആയിട്ട് നീറ്റായി തന്നെ കിട്ടും. ഇതാണ് ആദ്യത്തെ ടിപ്പ്. പിന്നെ അടുത്ത ടിപ്പ് വേറെ കാണിച്ചു തരാം. ഇനി നമുക്ക് 4 സൈഡും കവർ ചെയ്ത് തയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 4 സൈഡും കവർ ചെയ്ത് തയ്ച്ചിട്ട് വരാം. അപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ്. ഇനി ഒരു പ്രധാനപ്പെട്ട ടിപ്പാണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്ത തുണി ഭാഗം സിബിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ റണ്ണർ എടുക്കട്ടെ. ഇതിപ്പോൾ റണ്ണർ എടുക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാഗിൻ്റെ സിബ് ആയതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് 2 രീതിയിലുള്ള റണ്ണർ കിട്ടും കേട്ടോ ഫ്രണ്ട്സ്. അതായത് ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ റണ്ണർ കിട്ടും, പിന്നെ ഒന്ന് സ്റ്റീലിൻ്റെ റണ്ണർ കിട്ടും. 2 ടൈപ്പ് റണ്ണർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് വാങ്ങിക്കാവുന്നതാണല്ലോ കേട്ടോ. സ്റ്റീലിൻ്റെ റണ്ണറിനാണ് കേട്ടോ റേറ്റ് കൂടുതൽ, പ്ലാസ്റ്റിക്കിൻ്റെ റണ്ണറിന് റേറ്റ് കുറവാണ് കേട്ടോ. ഇത് ഒരു സൈഡ് ഇട്ടു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ സൈഡ് ഭാഗം ഇങ്ങനെ ആക്കി വെച്ച് താഴത്തേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് വലിക്കുക. കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് വലിക്കണം കേട്ടോ. ഒന്ന് പതിയെ പിടിച്ച് വലിക്കുക. അപ്പോൾ അത് കടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എന്നിട്ടാവും അറിയോ, ഇപ്പോൾ ഒരു ഭാഗം കൂടുതൽ നിൽക്കുന്ന രീതിയിലുണ്ടാവും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഭാഗം മാത്രമായിട്ടൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ശരിയാവും. ഇപ്പോൾ ഒരു സൈഡ് ഇതിപ്പോൾ വേഗം കടന്നു, പക്ഷേ എന്നാലത് ഒരു സൈഡിൽ എന്താ പറയുക ഒന്ന് ലൂസ് പോലെ വരുന്നുണ്ടാവും. അപ്പോൾ അത് 2 ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് പിടിച്ച് ഒരു ഭാഗം ഒന്ന് പിടിച്ചിട്ട് മെഷീനിൽ വെച്ചിട്ട് മറ്റേ ഭാഗത്തുനിന്ന് വലിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്ക്കാൻ പോകുന്ന കവറിൻ്റെ സൈഡ് ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിതൊരു സ്ക്വയർ ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഒരു സൈഡിൽ സ്ക്വയർ വെച്ചാൽ മതിയാവും. മറ്റേ സൈഡിൽ സ്ക്വയർ വെക്കുകയാണെങ്കിൽ നമുക്ക് സിബ് പിടിക്കാനായിട്ട് വലിക്കാനും അത് അടയ്ക്കാനും ഒരു തെറ്റുഭാഗം വേണ്ടി പിടിക്കാൻ. അതിന് ആ ഭാഗത്ത് നമ്മൾ ആ രീതിയിൽ ചെയ്യേണ്ട, അത് ഔട്ട് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചാൽ മതി. ഒരു സൈഡ് ഉള്ളിലേക്ക് ക്ലോസിങ് വരുന്ന രീതിയിൽ വെക്കാം. ഇതേപോലെ സ്ക്വയർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് സിബ് ഒന്ന് ഒരു സൈഡിൽ നിന്ന് പിടിച്ച്
ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും എളുപ്പം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പൗച്ചിലൊക്കെ വരുന്നത് പോലെയല്ലേ, അതുപോലെ നമുക്ക് ആ സൈഡ് ഭാഗം നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്ന് ഇതേപോലെ സ്ക്വയർ ബോക്സ് തയ്ച്ചിട്ടുണ്ട്. സ്ക്വയർ ബോക്സ് തയ്ച്ച ശേഷം നമുക്ക് കുറച്ച് സ്പേസ് നീക്കിയിട്ട ശേഷമാണ് നമ്മൾ ഇനി ഇതുപോലെ തയ്ച്ച് വരുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ സ്ക്വയർ ഷേപ്പ് കിട്ടുമ്പോൾ നമുക്ക് അവിടെ ശരിക്കും ആ അറ്റത്ത് നിന്ന് എടുത്ത് തയ്ച്ച് പോകാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം നമ്മൾ സൂചിയും നൂലെടുത്ത് ഹെമ്മിങ് ചെയ്യുക. കുറച്ച് ഭാഗം നമുക്ക് എത്രത്തോളം നമുക്ക് അറ്റത്തേക്ക് നമുക്ക് തയ്ച്ച് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ ഓരോരുത്തരുടെ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ അറ്റത്ത് നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം മാത്രം എന്ത് ചെയ്താൽ മതി, ഹെമ്മിങ് ചെയ്താൽ മതി. ആ സ്ക്വയറിൻ്റെ ഷേപ്പ് കിട്ടുന്ന ആ ഒരു മെയിൻ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ മാത്രം നമുക്ക് ഹെമ്മിങ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത്രയ്ക്ക് ആ ഭാഗത്തു നിന്ന് ചെയ്തെടുക്കാൻ പ്രയാസമുള്ളവർ കുറച്ചും കൂടി നീക്കിയിട്ട് കുറച്ച് കൂടുതൽ ഭാഗം ഹെമ്മിങ് ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിബ് നമുക്ക് എപ്പോഴും കുറച്ച് കൂടുതൽ ലൂസ് ഇട്ടിരിക്കണം, അപ്പോഴാണ് നമുക്കത് ചെയ്തെത്തുള്ളൂ. അതേപോലെ തന്നെ അതായത് കുറച്ച് നീളം കൂടുതൽ എക്സ്ട്രാ എടുക്കണം. കാരണം നമ്മൾ റണ്ണർ ഇടുമ്പോഴൊക്കെ സിബ് കുറച്ച് ഡാമേജ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ തയ്ച്ച് വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല കറക്റ്റ് അളവിൽ, അതിനേക്കാളും കുറച്ച് ചിലത് എന്താ പറയുക, തയ്ച്ച് പോകുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ തയ്ച്ച് പോകും ഒരു വിധി, ചിലപ്പോൾ സ്വല്പം കൊണ്ട് കയറി ഇറങ്ങി പോകില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം കൂടുതൽ നമ്മളൊരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ എക്സ്ട്രാ ഇടുന്നത് നല്ലതാണ് കേട്ടോ. ശേഷം ആവശ്യം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് അത് ഫിനിഷിങ്ങിൽ അത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇത് നമ്മൾ ആ സിബ് വൺ സൈഡ് ഒരു ഭാഗത്തു നിന്ന് റണ്ണർ ഇട്ടത് കൊണ്ടാണ്. 2 ഭാഗത്തു നിന്ന് റണ്ണർ ഇടുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ഈ ഭാഗം ക്ലോസ് ചെയ്ത പോലെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 2 പിൻ കുത്തി കൊടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് സിബ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. എന്നിട്ട് അവിടെയും നമ്മൾ ഇനി നമുക്ക് എത്രയാണ് ശരിക്കും ആ തുമ്പ് ഭാഗം അറ്റത്തെത്തുന്നതെങ്കിൽ ആ ഒരു കറക്റ്റ് പോയിൻ്റ് നോക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 1/2 ഇഞ്ചോളം കഷ്ടി നമുക്ക് വേറെ രീതിയിലൊരു ഐഡിയ പ്രകാരം വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നേരത്തെ ചെയ്ത പോലെ അല്ല ചെയ്യുന്നത്, ഇത് വേറെ രീതിയിലാണ് കേട്ടോ. സിബ് ഈ രീതിക്കും വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. നോക്കി കണ്ടോ, ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്യാൻ നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് കൂടുതൽ നീളമുള്ള ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്ന ട്രിക്കാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയത് നല്ല വശത്തായതുകൊണ്ട് പൊട്ട വശത്ത് വെച്ചാണല്ലോ നമ്മൾ തയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും എഗെയിൻ ആ അടയാളപ്പെടുത്തിയ അളവ് ഇപ്പുറത്തെ സൈഡിലോട്ടും നമ്മൾ എഗെയിൻ ഒന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ പുറകിലോട്ട് ഇറക്കിയിട്ട് താഴത്തോട്ട് ഇറക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്തിനെ ആദ്യം നമ്മളൊന്ന് കവർ ചെയ്തു. എഗെയിൻ ബാലൻസ് ഉള്ളത് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ വരച്ച ആ ഒരു അളവുണ്ടല്ലോ, ആ അളവിനെക്കാട്ടിലും 1/4 ഇഞ്ചും കൂടി താഴത്തേക്കായിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ക്ലോത്തിൻ്റെ 1/4 ഇഞ്ചും കൂടി സ്പേസ് ഇട്ട ശേഷമാണ് ചെയ്യുന്നത്. എന്ന ശേഷം നമ്മളവിടെ തയ്ച്ച് എടുക്കണം. അതിന് ശേഷം ചെയ്യുന്ന രീതി കണ്ടോളൂ കേട്ടോ. ഒരു ചെറിയൊരു ഐഡിയ ആണ്. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് നമ്മൾ എന്താ പറയുക, സിബ് ഓപ്പൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുമ്പോഴും ഒന്നും നമുക്കത് വിട്ടുപോകില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വേറൊരു രീതിയാണ്. നേരത്തെ ചെയ്ത രീതി വേറെയായിരുന്നു, ഇപ്പോൾ ചെയ്യുന്ന രീതി വേറെയാണ് കേട്ടോ. ഇനി വേറൊരു രീതിക്കും കൂടി ചെയ്യും. പക്ഷെ അത് ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഭംഗി കുറയും. അത് ഭംഗി കുറയാൻ മാത്രമല്ല, നമ്മൾ സിബ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും നമുക്കൊന്ന് ഇടത്തെ കൈ കൊണ്ട് ഒന്ന് ഒരു സപ്പോർട്ട് കൊടുക്കാമെന്ന് പറയില്ലേ, ആ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു സംഭവം അവിടെ ഇല്ലാണ്ട് വരും. അതുകൊണ്ട് ഇതിൽ ഈ ട്രിക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ ട്രിക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, അതുപോലെ സപ്പോർട്ട് കൊടുക്കാനുള്ള സംഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വേറെ രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് ചെയ്യാൻ നല്ലത്. അത് വേറെ ഒന്നതിൽ കാണിക്കാം കേട്ടോ. ഇതേപോലെ എന്നിട്ട് തിരിച്ചിട്ടു കേട്ടോ. അത് നമ്മളത് തിരിച്ചിട്ടു. അതിന് ശേഷം ഇതുപോലെ 2 പ്രാവശ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ചുറ്റും തയ്ച്ചു കൊടുക്കണം. നമ്മൾ സിബുമൊക്കെ തയ്ക്കുമ്പോൾ വളരെ സ്ലോലിയാണ് തയ്ക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ സിബ് തയ്ക്കുമ്പോൾ നമ്മുടെ സൂചി പൊട്ടാൻ സാധ്യത കൂടുതലാണ്. സിബ് തയ്ക്കുമ്പോൾ സ്ലോലി തയ്ക്കുക, ഫാസ്റ്റായിട്ട് ബാക്ക് എടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. കെട്ടിട്ട് നിർത്തുമ്പോഴൊക്കെയും ഫാസ്റ്റായിട്ട് ചെയ്യരുത്, ചെറിയ രീതിയിൽ മാത്രം കെട്ടിടുക കേട്ടോ. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്ങിൽ കെട്ടിടുമ്പോൾ സിബിൻ്റെ ആ ഒരു ക്ലോത്ത് വരുന്ന ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് കെട്ടിടുക എന്നുള്ള പേരിനൊന്ന് കെട്ടിടുക നിർത്തുക. അധികം ഇങ്ങോട്ട് ബാക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂചി പൊട്ടും.
ഇനി പതിയെ പതിയെ സ്ക്വയർ ചെയ്ത് തയ്ച്ചെടുക്കുക. അതിന് ശേഷം വേറൊരു ട്രിക്കും കൂടി ഉണ്ട്, അത് ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് ഫുള്ള് സ്ക്വയർ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ, കാണിച്ചു തരാം. ഇതിങ്ങനെ ഡയറക്റ്റ്ലി വെച്ച് നല്ല വശത്ത് വെച്ചിട്ട് തുന്നാൻ പറ്റില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ അപ്പുറത്തോട്ടേക്ക് എന്താ പറയുക മറിച്ചിടണം. മറിച്ചിട്ട ശേഷമാണ് ആ സൈഡ് ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആ കറക്റ്റ് ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റ് ആവശ്യമുള്ള അളവ് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് വരയ്ക്കുക. ഇപ്പം നല്ല വശത്ത് വരച്ചേക്കുന്നത്, പക്ഷേ നല്ല വശത്ത് വെച്ചിട്ടല്ല, നമ്മൾ എഗെയിൻ നമ്മൾ അതിൻ്റെ സിബിൻ്റെ പൊട്ടവശത്തേക്കും കൂടിയും അതേ മാർക്കിങ് വീണ്ടും ചെയ്യണം. അതിന് ശേഷം വേണം നമുക്ക് ഹെമ്മിങ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഇത്രയും കുറച്ച് ഭാഗം നമ്മൾ ഇങ്ങനെ സ്ക്വയർ ചെയ്തിട്ട് 3 വശവും നമ്മൾ ഹെമ്മിങ് ചെയ്ത് വരണം. കുറേശ്ശെ ഹെമ്മിങ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബാലൻസ് നമുക്ക് എത്രത്തോളമാണ് നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ പറ്റിയോർത്തോ. കൂടുതൽ നിങ്ങൾ ഹെമ്മിങ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം തയ്ച്ചാൽ മതി. അറ്റത്തേക്ക് കുറച്ച് കഷ്ടപ്പെട്ട് തയ്ക്കണ ആ ഭാഗം കുറച്ച് കുറയ്ക്കുക. അല്ലെങ്കിൽ ആ തെറ്റ് ഭാഗത്തേക്ക് എത്തുമ്പോൾ തയ്ക്കാൻ ഇത്തിരി ടഫാണ് ആ ഭാഗം. അതിനാണ് നമ്മളവിടെ ഹെമ്മിങ് ചെയ്യുന്നത് കേട്ടോ ഫ്രണ്ട്സ്. കറക്റ്റ് സ്ക്വയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹെമ്മിങ് ചെയ്യുന്നതാണ്. ഈ സൈഡും അതുപോലെ അപ്പുറത്തെ സൈഡ് നമ്മൾ വേറെ രീതിക്കാണ് ഹെമ്മിങ് ചെയ്തേക്കുന്നത്. ആ സെൻറ്റർ ഭാഗം മാത്രമാണ് ഹെമ്മിങ് ചെയ്തേക്കുന്നത്. അപ്പുറത്തെ വശം ഉൾസൈഡിൽ നിന്നാണ് നമ്മൾ മറിച്ചിട്ടിട്ടാണ് അവിടെ ഹെമ്മിങ് ചെയ്ത ആ ഭാഗത്ത്. ഓക്കെ, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് ദൂരം മാത്രമേ ഹെമ്മിങ് ചെയ്തിട്ടുള്ളൂ. ബാലൻസ് ഉള്ളത് മൊത്തം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, കുറച്ച് ദൂരം കൂടുതൽ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയും നമ്മൾ ഫുള്ളായിട്ടും നമ്മൾ ഹെമ്മിങ് ചെയ്തില്ല. കുറച്ച് ദൂരം മാത്രം ആ ഒരു സ്ക്വയർ കിട്ടുന്ന ഷേപ്പ് മാത്രമായിട്ട് നമ്മളൊരു ഹെമ്മിങ് ചെയ്ത ശേഷം ബാലൻസ് എന്ത് ചെയ്യുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒരു നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ എന്താ പറയുക, നല്ല സിബൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക തുണികളൊക്കെ വെക്കാൻ പറ്റാവുന്ന ഒരു ഓർഗനൈസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമുക്കിത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സൊന്നും പൊടി പിടിക്കാതെ ഒക്കെ നല്ല നീറ്റായി തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു. താങ്ക് യു.